ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കേരള കിച്ചൺ എക്സ്പ്രസ്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് നമ്മളൊരു സമ്മർ ഡ്രിങ്കാണ് നോക്കാൻ പോണത്. അതിന് വേണ്ടി പാല് ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കുറച്ച് ഐസ് ക്യൂബായിട്ട് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ഐസ് ക്യൂബ് ഒന്നും ആഡ് ചെയ്യേണ്ടതില്ല, അതിന് വേണ്ടിയാണ്. പിന്നെ കുറച്ച് ഷുഗർ നന്നായിട്ട് പൗഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ എളുപ്പത്തിന് പെട്ടെന്ന് മെൽറ്റായി കിട്ടും, അതിന് വേണ്ടിയാണ്. പിന്നെ സബ്ജ സീഡ് എടുത്ത് ഒരു 15 മിനിറ്റ്സ് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിപ്പം നല്ലതുപോലെ വലുതായി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു 4 പീസ് ബാദാം പിസിനെടുത്ത് വെള്ളത്തിൽ ഒരു 3 അവേഴ്സിന് മുന്നേ സോക്ക് ചെയ്തതാണ്. എന്നിട്ട് അത് നമുക്ക് ഈ ഒരു സമ്മർ ടൈമിൽ നമുക്കിത് നന്നായിട്ട് ശരീരത്തിന് ബോഡി കൂളിനൊക്കെ ചെയ്യാൻ വേണ്ടി നല്ലൊരു സംഭവമാണ്. അതിന് വേണ്ടിയാണ് ബാദാം പിസിൻ നമ്മൾ ആഡ് ചെയ്യണത്. അതുമാത്രമല്ല, ടേസ്റ്റ് നന്നായിട്ട് എൻഹാൻസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ആദ്യം നമുക്ക് ഒരു മിക്സർ ജാറിലോട്ട് പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പാൽ ആഡ് ചെയ്തു. ഇങ്ങനെ ഐസ് ക്യൂബായിട്ട് വയ്ക്കുമ്പോൾ നമുക്ക് എക്സ്ട്രാ ഐസ് ക്യൂബ്സ് ഒന്നും ആഡ് ചെയ്യേണ്ടതില്ല. പാൽ തന്നെ നമുക്ക് ഉള്ളതുകൊണ്ട് അതാണ് നല്ലത്. സോ കഴിയണത് ഇതുപോലെ ഫ്രീസ് ചെയ്തെടുക്കാൻ നോക്കുക. ഒരു 3 തൊട്ട് 4 ഡ്രോപ്സ് വരെ ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഷുഗർ പൗഡർ ആവശ്യത്തിന് മാത്രം നമ്മൾ നോക്കി നമ്മുടെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഞാനൊന്ന് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് സെർവിങ് കപ്പിലോട്ട് മാറ്റാം. നല്ല എളുപ്പത്തിന് സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ്. നമ്മൾ ബട്ടർ സ്കോച്ച് മിൽക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് സബ്ജ സീഡ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ നമ്മുടെ ബാദാം പിസിനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ബാദാം പിസിൻ ഇങ്ങനെ കട്ടയ്ക്ക് ഇരിക്കുന്നുണ്ട്, നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ആ മിൽക്കിൻ്റെ കൂടെ ഒന്ന് സ്പ്രെഡായി കിട്ടും. നല്ല അടിപൊളിയായിട്ട് ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. എപ്പോഴും ഇതൊക്കെ നന്നായിപ്പിച്ച് തന്നെ സെർവ് ചെയ്യാൻ ശ്രമിക്കുക. ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ പറയുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്. സീ യു.